നമ്മളെ ഈ ചാനലിൽ കല്യാണത്തിൻ്റെ സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. കല്യാണത്തിന് വേണ്ടിയിട്ട് പലരുടെയും വീഡിയോയും എടുക്കാറുണ്ട്. വിഷമതകൾ പറഞ്ഞിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രമേ വീഡിയോസൊക്കെ ഇതിൽ വരാറുള്ളൂ. ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. അത്തരം ആളുകളെ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. അത്തരം ആളുകൾ നിങ്ങളെ മുമ്പിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാറ്റി നിർത്തണം. അത്രയും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിതിൽ വീഡിയോ ചെയ്ത ഒരു മോളുടെ കല്യാണമായിരുന്നു ഞായറാഴ്ച. അതിനു വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു. ഡ്രസ്സ് വരെ എടുത്ത് എല്ലാവരോടും വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുകാരോടും പള്ളിയിലും ഒക്കെ പറഞ്ഞ് അത്രയും സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു വേള. ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അത്രയും സന്തോഷമായിരിക്കില്ലേ? കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം, വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതീക്ഷ, അതൊക്കെ ആണല്ലോ. പ്രത്യേകിച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഒരാളാവുമ്പോൾ അവർക്ക് പ്രതീക്ഷയൊക്കെ അറ്റ് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ചാനൽ ഈ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഒരു കല്യാണം റെഡിയാകുന്നത്. അപ്പോൾ വീണ്ടും ആ പ്രതീക്ഷകളൊക്കെ വരികയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് കല്യാണത്തിന് 2-3 ദിവസം നിൽക്കുമ്പോൾ വരൻ അതിൽ നിന്ന് പിന്മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? ഭയങ്കര വിഷമായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ല അല്ലേ? അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അവളെന്ന് പറഞ്ഞാൽ അവളൊരു വ്യക്തിയല്ല, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ നടക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ചു. കാഴ്ച പരിമിതിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഒക്കെ സെറ്റായിരുന്നു. വരനങ്ങ് ആലപ്പുഴ ജില്ലയിലായിരുന്നു. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ അത്രയും ഡിഫറൻസ് ഉണ്ട്. ഈ വധുവിൻ്റെ വീട് മലപ്പുറമാണ്, പയ്യൻ്റെ വീട് ആലപ്പുഴയാണ്. നല്ല ദൂരമുണ്ട്. എങ്കിലും ഈ ആലപ്പുഴയുള്ള ഈ വ്യക്തി അത്രയും നിർബന്ധിച്ചത് കൊണ്ടൊക്കെയാണ് ഇവരും അങ്ങനെ സമ്മതിച്ചത്. ദൂരമൊന്നും നോക്കണ്ട, ഇനിയിപ്പോൾ അങ്ങനെയെങ്കിലും അങ്ങ് കല്യാണം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരുപാട് കോളുകളൊക്കെ വന്നതല്ലാണ്ട് കറക്റ്റായിട്ടുള്ള ആ രീതിയിലുള്ള ഒന്നും വന്നില്ല. അതുകൊണ്ട് ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വിചാരിച്ച് ഇവർ സമ്മതിച്ചതാണ്. എന്നിട്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഇയാൾ കാല് മാറി അത്രയും മോശപ്പെട്ട, എന്താ പറയുക, കുറച്ച് തെറിവാക്കൊക്കെ പറയാൻ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്ത് മൂപ്പരങ്ങ് പോയത്. 2-3 പ്രാവശ്യം മാത്രമാണ് മൂപ്പര് കാണാനൊക്കെ വന്നത്. അപ്പോൾ ഇവർ പിന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ അങ്ങനെയൊക്കെ കുടുംബക്കാർ മാത്രം, മൂപ്പര് വരാണ്ടൊക്കെ നിന്ന് അങ്ങനെയൊക്കെ. പിന്നെ നേരിട്ട് കണ്ടത് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ആ ഒരു സമയത്താന്ന് തോന്നുന്നു. അപ്പോഴും ഇവർക്ക് ചെറിയ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം മൂപ്പരുടെ കണ്ണൊക്കെ ചോന്ന് അങ്ങനെ ഒരു വേറൊരു മൈൻഡിലൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദുശീലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള പിന്നീടാണ് മനസ്സിലായതെന്ന് തോന്നുന്നു. എങ്കിലും അങ്ങ് റെഡി ആവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇവർ ഒക്കെ ഒന്നും പറയാണ്ട് ഇവർ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ മൂപ്പര് തന്നെ പിന്നെ നിനക്ക് ഇത്രയും കാഴ്ച പ്രശ്നമുള്ളത് ഞാൻ അറിയില്ലായിരുന്നു, ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു, വീഡിയോ പിന്നെ എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? ഓരോരുത്തരെയും വീട്ടിൽ പോയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് എടുക്കുന്നത് എന്തിനാണ്? അവരുടെ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോൻ്റെ മുമ്പിൽ ഓരോ പെൺകുട്ടികളും വന്നിരിക്കുന്നപ്പോൾ അവരുടെ വീട്ടുകാർക്കും അവർക്കും അത്രയും സന്തോഷമായിട്ടിരിക്കുന്നു എന്നല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം, ഞങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരാൾ മുമ്പോട്ട് വരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരാൾ ഇരിക്കുന്നത്. എന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് വന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? അവരാ എന്തിനാണ്? ആര് നിങ്ങളെ നിർബന്ധിച്ചു? ആരും നിർബന്ധിച്ചിട്ട് ഇവരെ കെട്ടാൻ മുമ്പോട്ട് വാന്ന് നിങ്ങളോട് പറഞ്ഞോ? നിങ്ങൾ ഈ കണ്ട് വീണ്ടും 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 അവരെ വിളിച്ച് എന്നാ ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ പഠിച്ചോൻ്റെ തീരുമാനമായിരിക്കുമോ എന്ന് വിചാരിച്ച് അവരൊന്ന് സമ്മതിച്ച്. എന്നിട്ട് കല്യാണത്തിൻ്റെ 2 ദിവസം നിൽക്കുമ്പോൾ നിങ്ങളതിൽ നിന്ന് ഒഴിവായിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ പടച്ചോൻ ആ ആള് എന്ന് പറഞ്ഞാൽ അത്രയും ദീനിയായുള്ള നിസ്കരിക്കുന്ന പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് പടച്ചോൻ തട്ടി മാറ്റിയതായിരിക്കും. ഞാനും അവരോട് അതാ പറഞ്ഞത്. അപ്പോൾ അവരും പറഞ്ഞത് അത് തന്നെ, അതെ നമുക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ളിൽ വിഷമം ഉണ്ടാവും എന്നുള്ള എനിക്കറിയാം. മൂപ്പർ ഒഴിവായി പോയോണ്ട് എന്നല്ല, ഒരു കല്യാണം റെഡിയായിട്ട് അങ്ങനെ പോയി എന്നുള്ളതുകൊണ്ട്. അപ്പോൾ പരസ്പരം രസിച്ച് തന്നെയായിരിക്കും. ഇല്ലെങ്കിൽ ഇത് കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് അട്ടേച്ച് പോകുന്നെങ്കിൽ എന്താവുന്നു? എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കല്യാണം ആവശ്യാർത്ഥം വീഡിയോ ഇടുന്നുണ്ട്. കല്യാണം റെഡിയാവാത്തവരും ഭാര്യ മരിച്ചവരും അങ്ങനെ ഒരുപാട് നിലവിൽ ഭാര്യമാരുള്ളവർ കുറേ ശ്രമിക്കുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൽ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നവരുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇതിൽ വീഡിയോ ഇടുന്നത് ഇവരുടെ കല്യാണം ആത്മാർത്ഥമായിട്ട് നടക്കാനാണ്. ഇതൊരു കുട്ടിക്കളിയല്ല. നിങ്ങൾക്ക് പിന്നെ ഇവരെ ഇങ്ങനെ പന്ത് തട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. പലരും വിളിച്ചിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞ് ഞാൻ മടുത്ത്. പക്ഷെ ഇത് നമുക്ക് ശ്രമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ കല്യാണ ഡ്രസ്സ് വരെ എടുത്തിട്ട് കല്യാണം മുടങ്ങി പോവാന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ളത്, ഇനി ഒരുപാട് ദൂരത്തുള്ള നമ്മൾ നിൽക്കണ്ട. ദൂരത്ത് നല്ല ആലപ്പുഴ ജില്ലയെന്നെല്ലാം പറഞ്ഞാൽ ഒരുപാട് നല്ല ആൾക്കാരുള്ള സ്ഥലമാണ്, എനിക്കറിയാം.
ആലപ്പുഴ ജില്ലയിലുള്ള ഒരുപാട് നല്ല ആൾക്കാരെ ഞാൻ കാണലുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവരും ഒക്കെ ഉണ്ട്. അത്രയും നല്ല മനസ്സുള്ള ആൾക്കാരുടെ ഒരു സ്ഥലമാണിത്. പക്ഷെ അവിടെയും ഇങ്ങനെ ഇവനെ പോലെയുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. പ്രോപ്പറായിട്ട് അന്വേഷിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അത്രയും ഡിസ്റ്റൻസ് ഒക്കെ ആയതുകൊണ്ട് പഠിച്ചവൻ്റെ വിധി പോലെ വരട്ടെ എന്നൊക്കെ വിചാരിച്ച് അവർ നിന്നതായിരിക്കും. ഇനി എല്ലാവരും ചെയ്യേണ്ടത്, നമുക്ക് അന്വേഷിക്കാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ ചെയ്യണ്ട, ഇല്ല താല്പര്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞേക്ക്. കല്യാണം നടക്കാണ്ടായി പോവോ ഇങ്ങനെ ഇവിടെ ആയി പോവോ എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. അതൊക്കെ പഠിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് നടക്കും. നമ്മളെ അതിനുള്ള ഒരു മാർഗ്ഗമാണിത്. ഒരു പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് റെഡി ആയിക്കില്ലെങ്കിൽ നിങ്ങളെ കല്യാണം റെഡിയാകുന്നത് വരെ വന്ന് വീഡിയോ എടുക്കാനും നിങ്ങളെ കൂടെ നിൽക്കാനും ഞാൻ തയ്യാറാണ്. വേറെ എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് നോക്കി വാങ്ങിത്തരുമോ. ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനുഷ്യന്മാർ നമുക്ക് എങ്ങനെയാണ് ഒരാൾ നല്ലതാണ് എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റുക? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നുന്നു. ചെയ്യാനാ, നമുക്ക് വേറെ വഴികളില്ലല്ലോ. വിശ്വസിച്ച് പോവും ഇവർ ഓരോരുത്തരും മുമ്പോട്ട് വരുമ്പോൾ. എന്നിട്ട് അവസാനം ഇങ്ങനെ കബളിപ്പിച്ച് പോകുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും എല്ലാവരോടും പറയാനുള്ളത്, ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത്. കല്യാണം ആലോചിക്കുന്നതിന് മുമ്പിട്ട് ഇവർ ഒരുപാട് അന്വേഷിക്കണ്ടാവും. ഞാൻ ഈ വീട്ടുകാരെ അല്ല കേട്ടോ പറയുന്നത്, പൊതുവായിട്ട് പറയാം. നമ്മളെ ചാനൽ വഴി കല്യാണം ആർക്ക് റെഡി ആയാലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതിനും അപ്പുറം ദൂരത്താണ് വിട്ട് കളഞ്ഞേക്ക്. ഇല്ലെങ്കിൽ നമുക്ക് അത്രയും ബോധ്യം വേണം, ഓക്കെ ആണ്. ഇല്ലെങ്കിൽ ഒരാഴ്ച പോലെ നാട്ടിൽ താമസിച്ചിട്ടാണെങ്കിൽ പോലെ സെറ്റ് മനസ്സിലാക്കി അവരോട് കൂടുതൽ സംസാരിച്ച് ഇടപഴകി ബോധ്യപ്പെട്ടാൽ മാത്രം നിൽക്കുക. ഇല്ലെങ്കിൽ നിൽക്കരുത്. ക്യാരക്ടർ ഈ ആലപ്പുഴയുള്ള ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളത്, ഏത് രൂപ ഒന്നും ഇവർക്ക് അറിയില്ല. ഫോണിലൂടെയും ഫോട്ടോസിലൂടെയും മാത്രമുള്ള കോണ്ടാക്ട്. അവസാനം കല്യാണത്തിന്റെ അടുപ്പിച്ചാണ് നേരിട്ട് കണ്ടത്, അങ്ങനെ എന്തോ തോന്നുന്നു. അതിന്റെ മുമ്പ് പെണ്ണ് കാണാനൊക്കെ വന്നിട്ടുണ്ടാവും. എങ്കിൽ പോലും അടുത്ത് നമ്മളങ്ങനെ ഇടപഴകുന്നില്ലല്ലോ. അങ്ങനെ തന്നെയാണ് എല്ലാം. എങ്കിലും പറയാം, ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള ഒരാളെ കല്യാണം നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് എഫേർട്ട് എടുത്തിട്ട് കൂടുതൽ അതിന് വേണ്ടി ശ്രമിക്കണം. 1-2 ആഴ്ച നമ്മൾ അതിനു വേണ്ടി പരിശ്രമിച്ചാലും പ്രശ്നമില്ല. ഒരു ജീവിതകാലം മൊത്തം ജീവിക്കേണ്ടതല്ലേ. അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. കബളിപ്പിക്കാനും ചതിക്കാനും ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ നല്ല ആൾക്കാരെ തേടാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അതിനൊക്കെ തയ്യാറാവണം. ഇതിൽ അന്വേഷിക്കുക, എവിടെ പോയി അന്വേഷിക്കാനുള്ളൊരു മനക്കെട്ട് നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ ഇന്ന ജില്ല, ആ ജില്ലേൻ്റെ അപ്പുറത്ത് വന്നാൽ എത്ര നല്ലവനാണെങ്കിലും എനിക്ക് വേണ്ട, അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് തീരുമാനം. എന്നാലും നമുക്ക് അന്വേഷിക്കാം. നമ്മളെ അടുത്തുള്ള ഏരിയ നമുക്ക് പോയി അന്വേഷിക്കാം. ദൂരെയുള്ള നല്ലവനാണെങ്കിലും വേണ്ടാന്ന് തന്നെ വെക്കുക. എന്നാൽ പിന്നെ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ എവിടെയുള്ള ആളാണെങ്കിലും ഞാൻ പോയി അന്വേഷിക്കും. അതിനുവേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പോയി അന്വേഷിച്ചിട്ട് നല്ലൊരാളെ ഞാൻ കണ്ടെത്തുന്നുള്ള ഒരു കറക്റ്റ് ഒരു സ്ട്രോങ് വിൽ പവർ നിങ്ങൾക്ക് വേണം. ഇല്ലെങ്കിൽ നിങ്ങളിതിൽ വീഡിയോ എടുക്കാൻ തന്നെ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളാരും വിവാഹം ചെയ്തിട്ട് സങ്കടപ്പെടാൻ വേണ്ടിയിട്ടല്ല നമ്മളിതിന് ഇറങ്ങി തിരിച്ചത്. നിങ്ങൾ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടല്ല, കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു വിഷമതകൾ വരുമ്പോൾ എന്താ ചെയ്യുക? ചതിക്കുന്ന, ഇങ്ങനെ പറ്റിക്കുന്ന ഓലൊന്നും നമുക്ക് നന്നാക്കാനാവില്ല. ഓലൊക്കെ ബോൺ ക്രിമിനൽസ് ആണ്. ഓലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാനുള്ള ബോധം ഉണ്ടാവില്ല. നമ്മളാണ് മാറേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിട്ടേക്ക്. അവരിനിയും തുടരും. പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുക, അവരുടെ സംസാരിച്ച് മനസ്സിലാക്കുക, ഒഴിവാക്കുക. നമുക്ക് പറ്റാത്ത ദൂരാണെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുകയും വേണ്ട, പോട്ടെ. നല്ലവനാണെങ്കിലും എത്ര വലിയ സെറ്റപ്പുള്ള ആളാണെങ്കിലും പോട്ടെ. നമ്മളെ എത്തിപ്പിടിക്കാൻ പറ്റുന്നിടത്തിൽ മാത്രം നിൽക്കുക. ആദ്യം ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു, നമ്മൾ ഈ ഡിസ്ട്രിക്റ്റ് എല്ലാം ഭേദിച്ച് ഏത് ഡിസ്ട്രിക്റ്റിലുള്ള ആളാണെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ മലപ്പുറം ഉള്ളത് പരസ്പരം മിക്സ് ചെയ്ത് കല്യാണം കഴിച്ചോട്ടെ, നല്ലതല്ലേ എന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി അതൊരിക്കലും നല്ലതല്ല എന്നുള്ളത്. കാരണം എല്ലാവർക്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കൾച്ചർ ആയിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, എല്ലാം അതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ വേറെ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാനുള്ള പരിമിതികൾ, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഒരുപാട് ദൂരത്തേക്ക് പോവാത്തത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ദൂരത്തൊക്കെ കല്യാണം കഴിച്ച ആൾക്കാർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണ രീതിയിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. കാരണം ഒരു ജീവിതം മൊത്തം ജീവിക്കുമ്പോൾ അവിടെ പോയി അവരുടെ കൾച്ചർ മാറ്റം, ഭക്ഷണം മാറ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ഗതിയും ഇല്ലാത്തവർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. ഈ പറയുന്ന വ്യക്തിൻ്റെ മാത്രമല്ല കേട്ടോ കല്യാണം മുടങ്ങിയത്, വേറൊരാളെയും ഇതേ സമാന ഗതിയിൽ കല്യാണം മുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടതാണ്. ഭിന്നശേഷി അല്ലാത്തവരെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള അത്. പക്ഷേ കൊല്ലത്തു നിന്നുള്ള വരണേനും മൂപ്പരും ഇതേ അളവിൽ കല്യാണത്തിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്തതിന് ശേഷമാണ് നൈസായിട്ട് മൂപ്പര് വെള്ളാടി അങ്ങനെ വിഷയം ഉള്ളതുകൊണ്ട് ഈ പെണ്ണ് എനിക്ക് ഒരു കാരണം കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിവായതാണ്. അതും അന്വേഷിക്കാനുള്ള പരിമിതിയാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട് കുറച്ച് അങ്ങോട്ടേനും
വയനാട്, കോഴിക്കോട് ജില്ല ആ ഏരിയയിലായിരുന്നു. അപ്പം ഇനി കൊല്ലത്ത് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതൊക്കെയാണ് പറ്റുന്നത്. ഇനി എല്ലാവരും അത് ശ്രദ്ധിക്കുക. കോഴിക്കോട് ജില്ലക്കാർക്കാണെങ്കിൽ നമ്മൾ അടുത്തുള്ള മലപ്പുറം, കണ്ണൂർ, വയനാട് അങ്ങനെ നമ്മൾ എത്തിപ്പെടുന്ന അടുത്തുള്ളത്, ഇപ്പോൾ കൊല്ലംകാരാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ളത്, തൃശ്ശൂരാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ളത്, അത് തന്നെ മതി. അതേ നടക്കും കേട്ടോ. ഞാൻ കുറേ ശ്രമിച്ച് നോക്കിയിട്ട് ഞാൻ പഠിച്ച കാര്യമാണത്. അങ്ങനെ എപ്പോഴെല്ലാം ദൂരത്തേക്ക് വന്നിക്കോ അപ്പോഴെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷെ എല്ലാവരും പ്രശ്നമെന്നല്ല, നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ദൂരത്ത് നിന്ന് കല്യാണം കഴിച്ചവരുണ്ട്. പക്ഷെ ഞാൻ പറയാം, ചില ആളുകളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വല്ലാത്തൊരു സങ്കടം തന്നെ ആയിപ്പോയില്ലേ. നിങ്ങൾക്കും വിഷമം ഉണ്ടാവും. അത് ആരാ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു വ്യക്തി എന്നുള്ളതല്ല, ഇതിൽ വീഡിയോ ഇടുന്ന എല്ലാവരോടുമാണ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുക. എനിക്ക് ഈ അന്വേഷിക്കാനും പോകാനൊക്കെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യണം. കാരണം നമ്മൾ എത്രയോ വീഡിയോ ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും വേണ്ടി അങ്ങനെ ദൂരെ പോയി അന്വേഷിക്കലും വരലൊന്നും നമുക്ക് പോസിബിളായ കാര്യമല്ല. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ചെയ്യുക കേട്ടോ. ഇത് ഭയങ്കര ഒരു സാഗരമാണ്. അപ്പോൾ അത് നമ്മൾ അതിൽ ബുദ്ധിപരമായിട്ട് ചെയ്താൽ മാത്രമേ, ഇല്ലെങ്കിൽ അത് വിനയായി മാറും. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഫോൺ നമ്പർ എടുക്കുന്ന ആൾ ആരെങ്കിലും എടുത്ത് കൊടുക്കരുത്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഉഷാറുള്ള ഒരാൾ ഫോൺ ഡീൽ ചെയ്യണം. അതിനൊക്കെ ഒരു വിൽ പവറുള്ള, എന്താണെന്ന് വെച്ചാൽ ആരടാന്ന് പറയാനുള്ള വിൽ പവറുള്ള, പാണായാലും ശരി പെണ്ണായാലും ശരി, അങ്ങനെ വിൽ പവറുള്ള ഒരാളെ ഫോൺ ഡീൽ ചെയ്യാവും. അല്ലാണ്ട് എൻ്റെ പറയുമ്പോൾ അങ്ങ് പേടിച്ച് പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരെയും അങ്ങ് വിശ്വസിക്കുന്ന അങ്ങനെയുള്ളൊരു പാവങ്ങളായാൽ നല്ലപോലെ പറ്റിച്ച് പോവും. ഇതിൽ വീഡിയോ ചെയ്ത ഒരു പേരൻറ്റിനോട് വിളിച്ചിട്ട് ആ കുട്ടീൻ്റെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് കുട്ടീൻ്റെ നമ്പർ കൊടുത്ത പേരൻ്റ് ഉണ്ട്. അവർ സംസാരിച്ചെന്നാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും നമ്പർ നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ കൊടുക്കരുത്. ഓലൊക്കെ പാവങ്ങൾ, ഓലൊക്കെ നല്ല മനസ്സുണ്ടാകും. അവർ സംസാരിച്ചാൽ നല്ലതല്ലേ, പരസ്പരം മനസ്സിലായിക്കോട്ടെ എന്ന് ചോദിക്കുക. ഈ വിളിക്കുന്ന അവൻ അതല്ല അതിൻ്റെ മൈൻഡിലുണ്ടാവുക. മെല്ലെ ഓളെ കമ്പനി ആക്കിയിട്ട് ഓളെ എന്തെങ്കിലും ഫോട്ടോസെല്ലാം ആപ്പിച്ച് ഓൻ എൻജോയ് ചെയ്യുക എന്നുള്ള മൈൻഡായിരിക്കും. അങ്ങനെയാണ്. ആരും പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ കേട്ടിട്ട് ഇനിയിപ്പോൾ എല്ലാവരും പേടിച്ചുമ്പോൾ എന്താ ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട. തീ ഉണ്ടെങ്കിലേ പുക ഉണ്ടാവും. എല്ലാം നമ്മുടെ കയ്യിലാണ്. നമ്മളെങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്, നമ്മളെ സ്റ്റാൻഡ് എന്താണ്, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. നമ്മൾ നല്ല സ്ട്രോങ് ആയി നിന്നാൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന കോളുകൾ എഴുതി വെച്ച് നമുക്ക് പറ്റിയ ജില്ലകളാണെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക. ഒരു 80% ബാക്കി കാര്യങ്ങളിൽ ഓക്കെ ആണ്. ഒരാഴ്ച പോലെ നാട്ടിൽ പോയി നിന്നിട്ട് ആയിക്കോട്ടെ, അല്ലെ ഡെയിലി അവനോട് സംസാരിച്ചിട്ട് ആയിക്കോട്ടെ, അവരെ മനസ്സിലാക്കുക. 1-2 മാസം കല്യാണം അങ്ങ് വൈകിയാലും പ്രശ്നമില്ല, എന്നിട്ട് കെട്ടിക്കുക. എന്നാലൊന്നും ഒരു പ്രശ്നമില്ല. 63 പേരുടെ കല്യാണം നമ്മൾ നടത്തിയത് അവരൊക്കെ നല്ല സ്ട്രോങ് മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ടാണ്. കുറേ പേരുടെ ഇങ്ങനെ നടക്കാതിരിക്കുന്നത് അവരെ ഫോൺ അറ്റൻഡിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇതിൽ ആദ്യം മുതൽ വീഡിയോ ഇട്ടിട്ട് റെഡിയാവാത്ത കല്യാണങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഈ ഫോൺ എടുക്കുന്ന ആളുകളും ഉണ്ട്. പിന്നെ അവർക്ക് വരാത്തതും ഉണ്ടാവും. അവർ മര്യാദയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് അതും ഇങ്ങനെ വൈകിപ്പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ആരും വിഷമിക്കരുത്. നിങ്ങളാരെയും വിഷമം കാണാൻ വേണ്ടിയിട്ടല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്ക്. ആ മുകളെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് ആ കല്യാണം കൂടണം. അതേപോലെ ഇതിലിടുന്ന എല്ലാവരുടെയും കല്യാണം നമുക്ക് നടത്തണം. കട്ടയ്ക്ക് നിങ്ങൾ കൂടെ നിൽക്കണം. പിന്നെ എന്നെ വിളിക്കുന്നവരോടും ഈ ചാനലിനെ പറ്റി നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, വീഡിയോ പരമായിട്ടാണ് കല്യാണം റെഡിയാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവരോട് പറയണം. ഇവരെ വിളിച്ചാൽ പെണ്ണങ്ങ് റെഡിയാവും, ഇന്ന നമ്പറിൽ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ നമ്പർ കൊടുക്കരുത്. ഞാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പെണ്ണ് റെഡിയാക്കി കൊടുക്കുന്ന പരിപാടിയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോ പരമായിട്ടാണ് വരനെ വധുവിനെ കണ്ടെത്തി കൊടുക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് മാത്രമാണ് ഈ ചാനൽ വഴി ചെയ്യുന്നത്. ഇല്ലാത്തവരുടെ കല്യാണക്കാര്യവും ചെയ്യുന്നുണ്ട്. അത് വീഡിയോ പരമായിട്ട് തന്നെയാണ്. ഐഡിയൽ മാച്ചസ് എന്ന് പറഞ്ഞാൽ വേറൊരു ചാനലാണ്. അതിൽ വേറെ നമ്പറാണ്. ഭിന്നശേഷിയുള്ളവരതിന് മാത്രമേ എന്നെ വിളിക്കാവുള്ളൂ കേട്ടോ. മറ്റതിന് വേറെ നമ്പർ. അതിൽ ഭിന്നശേഷി ഇല്ലാത്തവരെ കല്യാണം ഇതേപോലെ വീഡിയോ എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ മാത്രം വിളിക്കുക. ഭിന്നശേഷി ഉള്ള ആളുകളുടെ വീഡിയോ എടുക്കാൻ വീഡിയോയിൽ തന്നെ നമ്പർ കൊടുക്കുക, അതിലും വിളിക്കുക. നിങ്ങൾ മാറിപ്പോരുത് കേട്ടോ. ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നില്ലേ, ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിയിട്ട് മാത്രം വിളിക്കുക. ഓക്കെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രേ പറയാനുള്ളൂ. ആരുടെയും കല്യാണം ഇങ്ങനെ അവസാന ഘട്ടത്തിൽ മുടങ്ങാതിരിക്കട്ടെ. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസ് ആദ്യമൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ പൈസയും കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നവരൊക്കെ ആദ്യം തന്നെ അങ്ങ് അകറ്റിയേക്ക്. സ്ത്രീധനൊന്നും ഇപ്പം ഇല്ല. ഭിന്നശേഷിയുള്ള കുട്ടീനെ കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്നവരും ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവരൊന്നും നമുക്ക് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോ. എന്നെ പേഴ്സണലി എൻ്റെ അഭിപ്രായം അതൊന്നും വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാൽ ഓക്കെ, ബൈ.